വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. സോ നമ്മൾ ഇന്ന് ക്രിസ്മസ് എക്സാമിലേക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഇസ് പൈ ഡയഗ്രാം. നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് എക്സാം ആയാലും നമ്മുടെ ക്രിസ്മസ് എക്സാം ആയാലും നമുക്ക് ഷുവർ ആയിട്ട് കരുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പൈ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 10th പഠിച്ച ആൾക്കാരുണ്ടാകും. ആംഗിൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അതൊക്കെ അറിയാമെന്നിരിക്കും. പക്ഷെ ചില ആൾക്കാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് 180ൽ കൂടുതൽ ഡിഗ്രി വന്നാൽ അതെങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, അറിയാവുന്ന ആൾക്കാരുണ്ടാകും, എന്നാൽ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ പൈ ഡയഗ്രത്തെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടാകും അല്ലേ? അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ഒരു പൈ ഡയഗ്രത്തെ പറ്റിയും അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ആംഗിളൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് മിസ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, പൈ ഡയഗ്രാം പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ, ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ എന്താണെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ എന്താ പറയുക, ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലേ പ്രൊട്രാക്ടർ, കോമ്പസ് അല്ലേ, ഡിവൈഡറൊക്കെ എന്തിനാണെന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, യെസ്. സോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മക്കളെ. ഇതാണ് നമ്മുടെ പൈ ഡയഗ്രാം. ഇങ്ങനെയാണ് പൈ ഡയഗ്രാം ഉണ്ടായിരിക്കുക. പൈ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈകൾ ഓർമ്മ. ചോക്ലേറ്റ് പൈ ഉണ്ടല്ലേ, ഒരുപാട് കഴിക്കുന്ന പൈകൾ ഉണ്ടല്ലേ, ചോക്കോ പൈ. അങ്ങനെ ചോക്കോ പൈ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടാകും. സോ പൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കിളാണ് അല്ലേ? സർക്കിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്ത് വരയ്ക്കുകയാണ്. നമ്മൾ കമ്പോണന്റ് ബാർ ഡയഗ്രാം ബാറിൽ വരച്ചിട്ടുണ്ട്. അതേപോലെ സർക്കിളിൽ വിവിധ ബാറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് പൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. സോ സിംപ്ലി നമുക്കൊന്ന് ജസ്റ്റ് അളന്നു നോക്കാം. ഇവിടെ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആംഗിൾ തന്നെയാണോ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു, നേരെ മിസ് എന്ത് ചെയ്തു, ഇതേ ഇവിടെ കൊണ്ടുവച്ചു. കറക്റ്റ് ഇതേ ഇവിടെ താണ്ടേ. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണോ എന്ന് അളക്കാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്, ബേസ് ലൈനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതാണ് ബേസ് ലൈൻ. ഞാൻ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു, നോക്കാണ് 90 ഡിഗ്രി ആണോ? അതെ, കറക്റ്റ് 90 ഡിഗ്രി ആണ്. മിസ്സിന് ഒന്നും കൂടെ സംശയം, അടുത്ത് വരച്ചിരിക്കുന്നത് 80 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ നടന്നു നോക്കാം. അത് എവിടെ നിന്ന് അളക്കാൻ പോകുന്നത്? ഇവിടെ നിന്നാണോ? അല്ല, നമ്മൾ എവിടെയാണോ ലാസ്റ്റ് വരച്ച് നിർത്തിയത്, എന്താണ് നമ്മൾ എവിടെയാണോ ലാസ്റ്റ് വരച്ച് നിർത്തിയത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എടുക്കുക പ്രൊട്രാക്ടർ, ആ ലൈൻ ബേസ് ലൈനായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് വെക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, പ്രൊട്രാക്ടർ കുറച്ചുകൂടെ വലുതാക്കി. യെസ്, നമ്മൾ കൊണ്ടുവച്ചു. മക്കളെ നോക്കിക്കേ, 80 അല്ലേ വരച്ചിരിക്കുന്നത്? കറക്റ്റ് 80 തന്നെയല്ലേ? യെസ്. അപ്പോൾ എന്താണ്, ഈ ഡയഗ്രാം കറക്റ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്ന്, പ്രൊട്രാക്ടർ എങ്ങനെ വെക്കണം, ആംഗിൾ എങ്ങനെ അളക്കണം. മക്കളെ ഫസ്റ്റ് നമ്മൾ ബേസ് ലൈനായിട്ട് ഏത് ലൈനാണോ എടുക്കുന്നത്, ഇപ്പം ഇതാണ് നമ്മുടെ ബേസ് ലൈനെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് നടുക്കാണ് വെക്കേണ്ടത്. നമ്മുടെ ഈ ഭാഗം എവിടെയാണ് വരേണ്ടത് നോക്കിക്കേ, ഈ ഭാഗം കറക്റ്റ് നടുക്ക് വരണം. കണ്ടോ, കറക്റ്റ് നടുക്ക് വന്ന കണ്ടോ, കാണാലോ നിങ്ങൾക്ക്, സെറ്റിലെ ക്ലിയർ ആയിട്ട് കാണാലോ. അങ്ങനെ നടുക്ക് വെച്ചു നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇവിടെ നിന്ന് അളക്കാൻ വേണ്ടി പോവാണ്. 90 എത്തി, നമ്മൾ എന്ത് ചെയ്തു, 90 മാർക്ക് ചെയ്തു, നേരെ 90ലേക്ക് വരച്ചു. ഇനി അടുത്ത ഘട്ടം വരയ്ക്കുന്നത് ഇവിടെ നിന്നല്ല, നമ്മളിപ്പം ലാസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത ലൈനിൽ, ആ ലാസ്റ്റ് കൺസ്ട്രക്ട് ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്തതായിട്ട് പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൊണ്ട് വെക്കരുത്. എവിടെ വെക്കണ്ടേ, സർക്കിളിൻ്റെ നടുഭാഗത്താണ് പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം വരേണ്ടത്. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ 90 ആയതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, നമുക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 80 വരെ അളക്കുക. 80 വരെ അളച്ചിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുക. സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ട് 80 ഡിഗ്രി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മിസ് ഇത് ഓൾറെഡി വരച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇൻട്രൊഡക്ഷൻ തന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഇത് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? കൺസ്ട്രക്ട് എ പൈ ചാർട്ട് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. താഴെ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്, അവിടെ നിന്ന് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പൈ ചാർട്ട്, പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നോക്കിക്കേ, ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ലേബർ ചാർജ് എത്ര % ആണ്, വുഡിൻ്റെത് തടിയുടെ എത്ര % ആണ്, അയൺ ഇരുമ്പിൻ്റെത് എത്ര % ആണ്, അങ്ങനെ ഓരോ ഐറ്റത്തിനും എത്ര ശതമാനം ചിലവാണ് ഉണ്ടായതെന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല, നിങ്ങളതൊന്നും കാര്യവും ആക്കണ്ട.
സോ നമുക്കിവിടെ പെർസെൻറ്റേജാണ് തന്നിട്ടുള്ളത്. മക്കളെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൈ ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് വേണം, ആംഗിൾ വേണം അല്ലെ, ഡിഗ്രി വേണം. ഡിഗ്രി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഈ പെർസെൻറ്റേജിനെ 3.6 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 60, നമുക്ക് അതിന് ആരുടെ ഹെൽപ്പ് വേണം, കാൽക്കുലേറ്റർ വേണം. നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ എഴുതി ചെയ്ത് നോക്കേണ്ടവർക്കൊക്കെ എഴുതി ചെയ്ത് നോക്കാം. നമുക്കിപ്പം കാൽക്കുലേറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിനോട് ചോദിക്കാം 60 × 3.6 എത്രയാണ്, എത്ര കിട്ടും, 216 ഡിഗ്രി എന്ന് കിട്ടും, 216 ഡിഗ്രി. ഇനി എന്താണ്, അടുത്ത 15നെ ആംഗിളാക്കി മാറ്റണ്ടേ, എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 3.6. സോ പെർസെൻറ്റേജിനെ ആംഗിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ, ഇൻറ്റു 3.6 ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 3.6 ചെയ്താൽ മതി. ഇനി 15 × 3.6 15 ഇൻറ്റു 3.6 എത്ര കിട്ടും, 54 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടുന്നൊക്കെ ഡിഗ്രി ആണേ, മറന്നു പോരുത്. 5 × 3.6 5 × 3.6 ഏകദേശം ഊഹിക്കാവുന്നേ ഉള്ളൂ 18 ഡിഗ്രി ആണെന്നുള്ളത്. അടുത്തത് 12 × 3.6 എത്ര കിട്ടും, 43.2 എന്ന് കിട്ടും. 12 × 3.6 ഈസ് ഈക്വൽ ടു 43.2 ഡിഗ്രി. ഇനി 4 × 3.6 14.4 14.4 ഡിഗ്രി. അടുത്തതും അത് തന്നെയാണ്. സോ നമുക്ക് എന്ത് തന്നെ കിട്ടും, 14.4 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. സോ സിംപ്ലി, എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് പെർസെൻറ്റേജിൽ നിന്ന് എന്ത് കിട്ടിയത്, ആംഗിൾ കിട്ടിയത്, ഡിഗ്രി കിട്ടിയത്. സോ കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടേബിളിനകത്ത് ആ ആംഗിളും കൂടെ വരച്ച് വെച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആംഗിൾ മാത്രമാണ് എന്ന് നോക്കത്തില്ല, ഇത് നമ്മൾ ഇനി കൺസിഡർ ചെയ്യത്തില്ല. കൺസിഡർ ചെയ്യൂ കേട്ടോ, പക്ഷെ നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് ഇത് മാത്രമാണ്. ഈ ഒരു കാര്യം വെച്ച് മാത്രം മതി നമുക്ക് എന്ത് വരയ്ക്കാനായിട്ട്, പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. സോ പൈ ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം എന്ത് വേണം, ഓക്കെ, ആദ്യം പ്രൊട്രാക്ടർ വേണം. അത് കഴിഞ്ഞ് എന്ത് വേണം മിസ്സേ, കോമ്പസ് വേണം. എന്ത് വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. സോ സർക്കിൾ വരയ്ക്കണ്ടേ, മിസ് ഓൾറെഡി ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, സർക്കിളിൻ്റെ ഒത്ത നടുക്ക്, എനിക്ക് തോന്നുന്ന നടുക്ക് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ, നടുക്ക് കണ്ടുപിടിക്കുക, എങ്ങനെയാണെന്ന് അറിയാലോ, വെക്കുക, നടുക്ക് ഭാഗം കാണുക, മാർക്ക് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് വേണം, ബേസ് ലൈൻ വേണം. എന്ത് ലൈൻ വേണം, ബേസ് ലൈൻ വേണം. എങ്ങോട്ട് വേണമെങ്കിലും ബേസ് ലൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ 4 ഭാഗത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. മിസ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇങ്ങോട്ട് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ഡിഗ്രി എത്രയാണ്, 216 ആണ്. നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നടുക്ക് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്, നടുക്ക് കൊണ്ട് വെച്ചു. നടുക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ദേ അളക്കാൻ വേണ്ടി പോവാണ്. അയ്യടാ, നമ്മുടെ പ്രൊട്രാക്ടർ 180 ഡിഗ്രി വരെ ഉള്ളൂ, നമ്മൾ ഇനി എന്താ ചെയ്യുക, 216 വരയ്ക്കാനുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 180യുടെ കൂടെ, ഓക്കെ, 180യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 216 കിട്ടുക, 36 ഡിഗ്രി. അപ്പം മക്കളെ ഫസ്റ്റ് 180 മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 36 വരച്ച് കഴിഞ്ഞാൽ 216 ഡിഗ്രി ആവത്തില്ലേ, അങ്ങനെ വരച്ചാൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യുക, 180 ഇവിടെ അതേ ഞാൻ മാർക്ക് ചെയ്തു. എന്ത് ചെയ്യാണ്, പ്രൊട്രാക്ടർ കൊണ്ടുവന്ന് ബേസ് ലൈൻ അടുത്തത് മാറിയല്ലേ, ഇങ്ങോട്ടേക്കായി. 180 ആകുമ്പോൾ നമുക്കില്ല, സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു കുഴപ്പമില്ല, ഡയറക്റ്റ് ഇവിടെ തന്നെ കൊണ്ടുവച്ചാൽ മതി. നടുക്ക് പ്രൊട്രാക്ടർ വെച്ചു, കറക്റ്റായി. ഇനി എത്രയും കൂടെ വരയ്ക്കേണ്ടത്, 36 കൂടാണ് വരയ്ക്കേണ്ടത്. 30, 35 ഇതാണല്ലേ, 30 കഴിഞ്ഞ് 35ൻ്റെ നടുക്ക്, 30യുടെയും 40യുടെയും നടുക്കുള്ള ലൈനാണ് 35. അപ്പം 35നെ തൊട്ടിപ്പുറത്ത് നോക്കിക്കേ മക്കളെ, 35ന് തൊട്ടിപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് വരും എന്തെന്ന് പറയുന്നത് 36. അപ്പോൾ ദേ ഇവിടെ 36 മിസ് വരയ്ക്കുകയാണ്, ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈന് സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യാം. ആ ലൈൻ ഇപ്പോൾ ദേ മുറിഞ്ഞു പോയി, നമുക്ക് നേരെ ജോയിൻ ചെയ്യാം. യെസ്, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും അത്. യെസ്, നമ്മൾ എന്ത് വരച്ചു, എന്താ ഇപ്പോൾ വരച്ചത് 216 ഡിഗ്രി ആണ്. എന്താണ്
216 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് എഴുതാം, അല്ലെങ്കിൽ അതിന് എന്തിൻ്റെ കണക്കാണ്, ലേബർ ചാർജ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. മിസ് ഇവിടെ ഡിഗ്രി എഴുതുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് 60 ഡിഗ്രി ആണെന്ന് എഴുതി വയ്ക്കാം. അപ്പം നമ്മൾ ആംഗിൾ വരയ്ക്കുന്നതുകൊണ്ട് ആംഗിൾ എഴുതിയെന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്താ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്? ഏത് ഡിഗ്രിയാണ്? 54 ആണ്. എത്രയാണ്? 54 ആണ്. സോ 54 വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ബേസ് ലൈൻ ഏതാ നമ്മുടെ? ഇനി നമ്മുടെ ബേസ് ലൈൻ ഏതായിട്ടാണ് വരിക? നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ ബേസ് ലൈൻ ഏതാടാ? യെസ്, ഈ വരച്ച ലൈനാണ് നമ്മുടെ അടുത്ത ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ അതിനനുസരിച്ച് കൊണ്ട് വെക്കണം. അതിനനുസരിച്ച് കൊണ്ട് പ്രൊട്രാക്ടർ വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അതങ്ങോട്ട് അളന്ന് വരച്ചാൽ മതി. ഇനി എത്ര ഡിഗ്രിയാണ് വരയ്ക്കണത്? 54 ആണ്. 54 എന്ന് പറയുമ്പോഴത്തേക്കും 50 കഴിഞ്ഞു. 55ൻ്റെ ഇപ്പുറത്ത്, അതായത് ദേ ഇത് 55. 54 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ട് വരും അല്ലേ? ഇത് ഇവിടേക്ക് വരും. മിസ് മാർക്ക് ചെയ്ത് പ്രൊട്രാക്ടർ എടുത്ത് മാറ്റി സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാണ്. സ്ട്രെയിറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യണം, ശ്രമിക്കാനല്ല, സ്ട്രെയിറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്യണം. ഇതെത്രയാണ് മക്കളെ? ഇതെത്രയാണ്? 54 ഡിഗ്രിയാണ്. എത്രയാണ്? 54 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് എത്രയാണ്? 18 ആണ് അല്ലേ? 18 വരയ്ക്കാം. 18 വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ ബേസ് ലൈൻ ഏതാണ്? ഇതാണ്. ഇനി ബേസ് ലൈൻ ഇതാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തു, ആ ബേസ് ലൈനിൽ കൊണ്ട് നടുക്ക് നമ്മുടെ സർക്കിളിൽ നടുക്ക് വെച്ചു. ബേസ് ലൈൻ കറക്റ്റാക്കി വെച്ചു. ഓക്കെ, യെസ്. നമ്മുടെ പ്രൊട്രാക്ടർ ശരിയാവുന്നില്ലല്ലോ. യെസ്, റെഡിയായി. ഓക്കെ, റെഡിയായി, കറക്റ്റായി. ഇനി എത്ര വരയ്ക്കേണ്ടത്? 18 ആണല്ലേ? 18 വരയ്ക്കാനായിട്ട് നമുക്ക് നോക്കാം. 18 എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ചെറിയ അംഗാണല്ലേ, കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് 20യുടെ തൊട്ട് 2 എണ്ണം അപ്പുറത്താണ്. സോ 18 ഏകദേശം ഇങ്ങോട്ട് വരും. ഏകദേശം നമ്മൾ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് സ്കെയിലും ഇതൊക്കെ വെച്ച് വരയ്ക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ സ്കെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തിട്ടുണ്ടാവില്ല. അപ്പോൾ മിസ് മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇതെത്രയാണ് മക്കളെ? ഇതെത്രയാണ്? 18 ആണ്. 18 ഡിഗ്രിയാണ്. സോ അതും വരച്ചു. ഇനി വരയ്ക്കാനുള്ളത് 14.3 ആണ്. ബാക്കി രണ്ടെണ്ണം സെയിം ആണ് അല്ലേ? 14.3 ആണ്. ഇവിടെ വരെ വരച്ചാൽ മതി. കാരണം നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. സോ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 360 തന്നെ ആയിരിക്കും കിട്ടുക. ഇത് 360യിൽ കൂടിയാലോ 360യിൽ കുറഞ്ഞാലോ ഏകദേശം ഒരു പോയിന്റിനൊക്കെ വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. എന്നാലും 360ൽ കൂടിയാലോ 360ൽ കുറഞ്ഞാലോ നിങ്ങൾ ചെയ്തതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് അതിനർത്ഥം. സോ നിങ്ങൾ പിന്നെയും അത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാക്കി ശ്രമിക്കുക. ചിലപ്പോൾ കുട്ടികൾ ചെയ്ത് ശരിയായിരിക്കും, ഇത് ചെയ്ത് ശരിയായിരിക്കും. ഇവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഇവർ ടെൻഷൻ ആവും. സോ വെപ്രാളപ്പെട്ടൊന്നും ആഡ് ചെയ്യേണ്ട. സമാധാനപരമായിട്ട് എക്സാം മോളിൽ നിന്ന് പതുക്കെ ആഡ് ചെയ്താൽ മതി. നിങ്ങൾ ടെൻഷനൊന്നും ആയിട്ട് ആഡ് ചെയ്യരുത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. സോ 360 ആയിരിക്കും കിട്ടുക. സോ ലാസ്റ്റ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ബാക്കി എത്ര തന്നെ ആയിരിക്കും? ലാസ്റ്റ് തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചതിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം മിസ്. സോ നമ്മൾ 18 വരച്ചു. 18 കഴിഞ്ഞ് 43.2 ആണ്. ബേസ് ലൈൻ ഇനി ഇതാണ്. ഇതാണ് ബേസ് ലൈന്. നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. നടുക്ക് വെച്ചു. സർക്കിളിൻ്റെ ബേസ് ലൈൻ കറക്റ്റാക്കി നമ്മൾ വെച്ചു. യെസ്. ഇനി വരയ്ക്കാനുള്ളത് 43.2 ആണ്. 43 എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ വരും? 40 ഇതാണ്. 42, 43. അപ്പം ഏകദേശം 43 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടേക്ക് വരും. ഓക്കെ, 43 എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് വരും. ഞാനത് സെൻറ്ററുമായിട്ട് യോജിപ്പിച്ചു. യെസ്. അതെത്രയാണ് മക്കളെ? 43.2. ഓക്കെ, യെസ്. ഇനി വരയ്ക്കാനുള്ളത് 2 14.4 ആണ്. അതിലൊരു 14.4 വരച്ചാൽ മതി. ബാക്കി ഓൾറെഡി 14.4 ആയിക്കോളും. അപ്പോൾ ബേസ് ലൈൻ ഏതാണ്? ഇപ്പോൾ വരച്ച ലൈനാണ്. ഓക്കെ, അവിടെ ഞാൻ കൊണ്ടുവച്ചു പ്രൊട്രാക്ടർ. ഇനി എത്ര വരയ്ക്കാനുള്ളത്? എനിക്ക് 14 ആണ്. വളരെ 18നേക്കാളും ചെറുതാണ്. അപ്പം ഇതിനേക്കാളും ചെറിയൊരു സ്പേസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് വയ്ക്കാം 14. 15 മുന്നേ ആണ്. സോ ഇത് എവിടെയായിട്ട് വരും? ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് അളന്നു നോക്കാം. ഇത് എത്ര തന്നെ ആയിരിക്കും എന്നുള്ളത്.
സോ നമുക്കൊന്ന് അളന്ന് നോക്കാം. അത് 14.4 അല്ലെങ്കിലോ മിസ്സേ എന്ന് കരുതുന്നവരുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇത് നടുക്കൊണ്ട് വെച്ചു. ബേസ് ലൈൻ ഇതാണ്, കിട്ടി, ബേസ് ലൈൻ കിട്ടി. ഓക്കെ, അത് തന്നെ എത്ര തന്നെ ആയിരിക്കും? 14.4 തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചതിൽ എന്തോ തെറ്റുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സെറ്റായിട്ട് എല്ലാം കിട്ടിയില്ലേ? ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ല, ഇത് എഴുതി വയ്ക്കാം ഇവിടെ കേട്ടോ. 14.4 അല്ലേ? യെസ്, 14.4 ഡിഗ്രി. ഇതും 14.4 ഡിഗ്രി. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ പൈ ഡയഗ്രം കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ പല പല കളർ കൊടുക്കാം. ഇപ്പോൾ എക്സാം ഹോളിൽ നിങ്ങൾക്ക് കളേഴ്സ് ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഒന്നെങ്കിൽ ഡിഗ്രി എഴുതി വെക്കുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇതെങ്കിലും എഴുതി വെക്കുക. എഴുതി വെക്കാതിരിക്കരുത്. പേപ്പർ നോക്കുന്ന ടീച്ചറിന് ഓക്കെ ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ പറയുന്നതാണ് എക്സ് ആക്സിൽ എന്താണ്, വൈ ആക്സിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിന് മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് എഴുതി വെക്കാം. സോ മക്കളെ, സിംപ്ലി നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്തു? പൈ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് സർക്കിൾ വേണം, പ്രൊട്രാക്ടർ വെക്കാൻ അറിഞ്ഞിരിക്കണം, ബേസ് ലൈനുകൾ വേണം. ഓരോന്ന് വരച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ ബേസ് ലൈൻ മാറിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് നമ്മുടെ ബേസ് ലൈൻ ഇതായിരുന്നു, പിന്നെ ഏതായി? ഇതായി, പിന്നെ ഏതായി? ഇതായി, പിന്നെ ഏതായി? ഇതായി. അങ്ങനെ ഓരോന്ന് വരച്ച് കഴിയുമ്പോൾ ആ ആംഗിൾ വെച്ചിട്ടാണ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ആംഗിളുകൾ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? പൈ ഡയഗ്രാം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സോ പൈ ഡയഗ്രാം ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് എക്സാമിലേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്, 3 മാർക്കിന്, 4 മാർക്കിന് മാറി ചോദിക്കും. പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 3.6 ചെയ്താൽ മാത്രമേ ആംഗിളിലേക്ക് മാറുള്ളൂ. അത് ആലോചിക്കാതെ നിങ്ങൾ ഈ പെർസെൻറ്റേജ് വെച്ച് എന്ത് ചെയ്യരുത്? സർക്കിൾ വരച്ച് വെക്കരുത്. സോ മക്കളെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം.